ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നൈറ്റി പീസാണ് വാങ്ങിച്ചിരിക്കുന്നത്. 3 മീറ്റർ ഉണ്ട്. ഇത് കോട്ടൺ ഫാബ്രിക്കാണ്. ഇതിൽ ബാക്കിൽ പ്ലെയിൻ ആയിട്ടും ഫ്രണ്ടിൽ മാത്രമാണ് പ്ലീറ്റ് ഇട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം ക്ലോത്ത് വേണമെന്ന് ആദ്യം തന്നെ നോക്കാം. അത് ഞാൻ ചെസ്റ്റ് അളവ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്. അതിൻ്റെ ഒപ്പം തന്നെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് ആഡ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം ഒരു 1/2 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 11.5 ഇഞ്ചിലാണ് ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ ഒപ്പം 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്താലും മതിയാകും. ഞാനിവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഒരു വര കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ക്ലോത്ത് മടക്കിയിടുന്ന രീതിയിൽ എത്തിക്കുക. ഞാനിപ്പോൾ അങ്ങനെ 11.5 ഇഞ്ചിൽ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അളവുകൾ നോക്കാം. എനിക്കപ്പോൾ ഇതിന് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 43 ഇഞ്ചിലാണ്. 42 ഇഞ്ച് ലെങ്ത്തും താഴെയും മുകളിലും മടക്കിയടിക്കാനായിട്ട് 1/2 ഇഞ്ച് വീതം ഞാൻ എക്സ്ട്രാ കൂടി എടുത്തിരിക്കുകയാണത്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഒപ്പം ഒരു 1-1.5 ഇഞ്ചോ എക്സ്ട്രാ ആഡ് ചെയ്തെടുക്കുക. നമുക്ക് മുകളിലും ഷോൾഡറിനും താഴെ എൻഡിൽ അടിച്ചു പോകുന്നതിനും വേണ്ടിയാണ് എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 43 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്ത് സ്കെയിൽ കൊണ്ട് ഒരു വര വരച്ച് ഇതുപോലെ മടക്കിയിട്ടിരിക്കുന്ന ഭാഗത്ത് എല്ലാ ഭാഗത്തും ഇതുപോലെ 11.5 ഇഞ്ച് തന്നെ നിങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് എല്ലാ ഭാഗത്തും കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഷോൾഡറാണ് ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷോൾഡർ ഇപ്പോൾ ഞാൻ ഒരു 6.5 ഇഞ്ചിലാണ് നെക്കും ഷോൾഡറും കൂടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ആം ഹോളാണ്. അതും 6 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇനി ആ ഷോൾഡറിലെ പോയിന്റിൽ നിന്ന് ആം ഹോളിൻ്റെ പോയിന്റിലേക്ക് സ്കെയിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി അടുത്തത് ചെസ്റ്റിൻ്റെ അളവാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 9 ഇഞ്ചിലാണെന്ന്. അപ്പോൾ 9 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സ്കെയിൽ കൊണ്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഷേപ്പിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്, അതായത് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം, അത് ഞാൻ 13 ഇഞ്ചിലാണ് അതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ വിഡ്ത്ത് എനിക്ക് വരുന്നത് 8 ഇഞ്ചിലാണ്. അതിനോടൊപ്പം തന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ഭാഗം പ്ലെയിനായിട്ട് നമ്മൾ പ്ലീറ്റൊന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ട് സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതപ്പോൾ ഞാൻ 20 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് എനിക്ക് വേണ്ടത് 9.5 ഇഞ്ചിലാണ്. അപ്പോൾ ഞാൻ 9 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തിട്ട് 1 ഇഞ്ച് മാത്രമേ സീം അലവൻസിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കേണ്ട ഭാഗമാണ്. അവിടെ അധികം സീം അലവൻസ് ഇട്ട് കൊടുത്താൽ നമുക്ക് മടക്കി അടിക്കുമ്പോൾ അത് കുടുങ്ങിക്കിടക്കുന്ന പോലെ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ 1 ഇഞ്ചിൽ സീം അലവൻസ് ഇട്ടാൽ മതിയാകും. ഇനി നമ്മൾ വരച്ച ആ പോയിൻറ്റ്സിലൂടെ നമുക്ക് സ്കെയിൽ കൊണ്ട് ഒന്ന് ആ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ താഴെ എനിക്ക് വിഡ്ത്ത് വേണ്ടത് 11 ഇഞ്ചിലാണ്. അപ്പോൾ ഞാൻ 11 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തു. 1 ഇഞ്ചിൽ താഴെയും സീം അലവൻസ് കൊടുത്തിന് മുകളിൽ നമ്മൾ വരച്ച പോയിന്റിൽ നിന്ന് താഴേക്ക് അത് ആ പോയിൻ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ ആ ഭാഗത്ത് 1 ഇഞ്ചിൽ നമ്മൾ കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഒന്നുകൊണ്ട് വരച്ച് എടുക്കുന്നത്. അവിടെ 1 ഇഞ്ചിൽ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് യോക്കിൻ്റെ പാർട്ടും
പിന്നെ താഴത്തെ പ്ലീറ്റ് കൊടുക്കുന്ന പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ യോക്കിൻ്റെ പാർട്ട് നേരത്തെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തത് 9 ഇഞ്ച് ചെസ്റ്റിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്താണ്. അങ്ങനെയാണ് 11 ഇഞ്ച് കിട്ടിയിരുന്നത്. ഫ്രണ്ട് പാർട്ടിലും അങ്ങനെയാണ് ഫോൾഡ് ചെയ്തപ്പോൾ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 15 ഇഞ്ചിൽ ലെങ്ത്ത് വരുന്ന രീതിയിൽ അത് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഷോൾഡറിൻ്റെ ഭാഗം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ 6.5 ഇഞ്ചിലാണ് ഷോൾഡറും നെക്കും കൂടെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് പാർട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത്. ആം ഹോളും 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഒരു സ്കെയിൽ കൊണ്ട് ഒരു വര വരച്ചു കൊടുത്തു. 1 ഇഞ്ചിൽ കുഴിച്ചു കിട്ടാനായിട്ട് മാർക്കിംഗ് കൊടുത്തിട്ട് അതൊന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ ആകുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് കുഴിച്ച് ഇട്ട് വരക്കുന്നതാണ് നല്ല ഷേപ്പായിട്ടിരിക്കാനായിട്ട് നല്ലത്. ഇനി ചെസ്റ്റിൻ്റെ ഭാഗം 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി താഴെ എനിക്ക് ലെങ്ത്ത് വേണ്ടത് 8 ഇഞ്ചിലായിരുന്നു. അപ്പോൾ ആ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മെയിനായിട്ടുള്ള മാർക്കിംഗ് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ആലിയക്കട്ടിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ താഴെ നിന്ന് ഒരു 5 ഇഞ്ച് എടുത്തിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് 3 ഇഞ്ചും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് വി ഷേപ്പ് കിട്ടാനായിട്ട് ഒരു 5 ഇഞ്ച് താഴെ നിന്നെടുത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ താഴെ വിഡ്ത്ത് അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുക്കുക. നെക്കിൻ്റെ അളവ് 3 ഇഞ്ചിലാണ് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചിൽ വി നെക്കാണ് ഫ്രണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി 6.5 ഇഞ്ചിലാണ് ഞാൻ അതും മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് വി നെക്ക് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്ത് ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് വി നെക്കിൻ്റെ ഭാഗം ഞാൻ പിന്നീടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ആ താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് എടുത്തു വെച്ചേക്കണം. അത് നമുക്ക് താഴത്തെ ഡൗണിൽ പ്ലീറ്റ് വെക്കാനായിട്ട് നമുക്കത് ഒന്ന് അളവെടുക്കാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ താഴത്തെ ഭാഗം ഞാൻ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുവാണിത്. എന്നിട്ട് നമുക്ക് അളവെടുക്കേണ്ടത് യോക്ക് പാർട്ടിന് നമ്മൾ ഓൾറെഡി 15 ഇഞ്ച് എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ 43 നിന്ന് 15 മൈനസ് ചെയ്തിട്ട് ബാക്കി ഉള്ളതാണ് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ 28 ഇഞ്ചാണ് വരുന്നത്. 28 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ 5 ഇഞ്ചിൽ, അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 28ൻ്റെ ഒപ്പം 5 ആഡ് ചെയ്യുമ്പോൾ 33 ഇഞ്ച്. അപ്പോൾ മുകളിൽ നിന്ന് അളവെടുക്കുമ്പോൾ 33 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 43 ഇഞ്ചിൽ 15 ഇഞ്ച് യോക്കിന് വേണ്ടി എടുത്തു. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് വേണ്ടത് 28 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ വി പോലെ ഇരിക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെയും കൂടി കൂട്ടി 5 ഇഞ്ചിൽ കൂട്ടി 33 ഇഞ്ചിലാണ് താഴത്തെ പാർട്ടിന് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ പാർട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ടു. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്കിംഗ് കൊടുക്കണം. നമ്മൾ ഇതുപോലെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ 5 ഇഞ്ചിൽ അത് ഒരു മാർക്കിംഗ് കൊടുത്താലും മതി. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ വെച്ചിട്ട് അവിടെയും ഞാനൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇത് വി പോലെ ഇതുപോലെ വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ 2 സൈഡും അങ്ങനെ വെച്ച് കാണിച്ചു തന്നത്. എന്നിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. ഫോൾഡിങ് സൈഡിലല്ല, ഓപ്പൺ സൈഡിലാണ് നമ്മൾ 5 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തത് സ്ലീവ്സിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടി 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് രണ്ടാക്കി ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചസിലാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചസിലും. അപ്പോൾ ഞാനത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് 2 സ്ലീവ്സിൻ്റെ ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ ആ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് സ്കെയിൽ കൊണ്ട് ഒന്ന് വെച്ചിട്ട് ഒരു വര വരച്ച് കൊടുക്കാം. ആ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി.
ഇനി സ്ലീവ്സിൻ്റെ ഓപ്പൺ സൈഡ് ഭാഗത്ത് ഒരു 3.5 ഇഞ്ചിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി മുകളിലത്തെ ആ പോയിന്റിൽ നിന്ന് ഇപ്പോൾ 3.5 ഇഞ്ച് വരച്ച ആ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് സ്ലീവ്സ് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുഴിച്ച് അവിടെ വരച്ചു കൊടുക്കാം. ഇനി താഴെ എനിക്ക് വിഡ്ത്ത് വേണ്ടത് 5 ഇഞ്ചിലാണ്. അപ്പോൾ 5 ഇഞ്ചും അതിൻ്റെ ഒപ്പം ഒരു 1.5 ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നേരത്തെ മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവ്സും ഇതോടൊപ്പം തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നിവർത്തിയിടാം. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഭാഗം മാത്രം ഒന്ന് നമുക്ക് ചെറുതായിട്ട് കുഴിച്ച് കെട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ട് കുഴിച്ച് വെട്ടിയെടുക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ കട്ടിങ് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് അപ്പോൾ ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാക്ക് പാർട്ട് നെക്കിന് വേണ്ടി ഞാൻ 3.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തു. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ചിൽ തന്നെയാണ്. അപ്പോൾ അതിനും ഞാൻ മാർക്ക് ചെയ്തിട്ട് യു നെക്കാണ് ഞാൻ അതിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വരച്ചിടുവാണ്. നെക്കടിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പീസ് തുണി ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ നെക്കടിച്ചെടുക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ താഴേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പീസ് വെച്ചാണ് ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാൻവാസ് വേണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണത് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞായിരുന്നു ക്യാൻവാസിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസിൽ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെക്കുന്ന വീഡിയോ എല്ലാം ഞാൻ നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൽ നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ വീനൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അത് നെക്കിലേക്ക് അടിച്ചു പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നെക്ക് ഇതേപോലെ ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ വീനെക്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നെക്ക് മലർന്നു പോകാതെ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിന് എപ്പോഴും നല്ലത് ക്യാൻവാസ് വെച്ച് നെക്ക് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ പൊസിഷൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് 2 ടൈം സെൻട്രൽ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് വീനെക്ക് നമുക്ക് ആ ഫ്രണ്ട് നെക്കിൻ്റെ യോക്ക് ഭാഗത്തേക്ക് ചേർത്ത് പിടിപ്പിച്ചെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ പിൻകുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തെറ്റാതെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല വശമാണ് ഞാൻ രണ്ടും ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ വീനൊക്കെ അടിച്ചെടുക്കാനായിട്ട്. ആ വീടെ ഭാഗമാകുമ്പോഴത്തേക്കും ഒന്ന് സൂചി കുത്തി ഇറക്കി വെച്ചിട്ട് വേണം തിരിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് അത് പതിച്ചടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മളത് തിരിച്ചു വെക്കാനായിട്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നെക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നോളും. മലർന്നു പോകലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അത് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വിയൊക്കെ അവിടെ നന്നായിട്ട് ക്ലിയറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി പീസ് കട്ട് ചെയ്തെടുത്തായിരുന്നു. അതപ്പോൾ നല്ല വശം രണ്ടും ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ടിട്ട് ഒരു പിൻ കുത്തി വെച്ചിട്ട് നമുക്കത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 വശവും ചേർത്ത് പിടിച്ച് ഇതുപോലെ വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ചെറിയ നോട്ടുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പതിച്ചടിച്ചെടുക്കാം.
അതിനുശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചെടുത്തിട്ട് അറ്റത്തിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. ഫ്രണ്ട് നെക്കിന് നമ്മളിപ്പോൾ അടിച്ച പോലെ ബാക്ക് നെക്കിനും ഇതുപോലെ ഒന്ന് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ഫോൾഡിങ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ചിൽ അത് ഫോൾഡ് ചെയ്താൽ മതിയാകും. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് അതുകൂടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. താഴത്തെ ഭാഗം നമ്മൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളുടെ നെക്ക് നന്നായിട്ട് സ്റ്റിഫായിട്ടിരിക്കാനായിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ അപ്പോൾ നമ്മൾ നെക്ക് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ പ്ലീറ്റ് വെക്കാനാണ് അടുത്തത് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ഭാഗവും താഴത്തെ ഭാഗവും ഓൾറെഡി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് എത്രയുണ്ടെന്ന് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മുകളിൽ യോക്ക് പാർട്ട് 11 ഇഞ്ചാണുള്ളത്. താഴെ 26 ഇഞ്ച് വിഡ്ത്തിലുമാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ വിഡ്ത്തുള്ളത് കൂടുതൽ പ്ലീറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്കപ്പോൾ എത്രത്തോളം ക്ലോത്തിന് വിഡ്ത്ത് ഉണ്ടോ അതനുസരിച്ച് നമ്മൾ അത് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്ലീറ്റ് കിട്ടും. അതായിരിക്കും നമുക്ക് ഡ്രസ്സിന് കൂടുതൽ ഭംഗിയായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ മുകളിൽ നമുക്ക് 11 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ് എടുക്കാനായിട്ടുള്ള അളവ് നോക്കേണ്ടത്. അപ്പോൾ ഒരു 9.5 ഇഞ്ചിൽ അല്ലെങ്കിൽ 10 ഇഞ്ചിൽ പ്ലീറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചുരുക്കുകൾ ഇട്ട് നോക്കണം. എന്നിട്ട് വേണം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ചുരുക്കുകളായിട്ട് ഒന്ന് ജസ്റ്റ് വെച്ച് പിടിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അളവെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് 11 ഇഞ്ചിലാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 9.5 ഇഞ്ചോളം ചുരുക്കുകൾ കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ട് വെച്ചിട്ട് ഒന്ന് പിൻകുത്തി എടുത്തിട്ട് അത് ആദ്യം തന്നെ അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ട് വെച്ചിട്ട് എനിക്ക് കറക്റ്റ് അത് 2 സൈഡും 11 ഇഞ്ചിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാനിത് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലീറ്റുകൾ ഇങ്ങനെ വിട്ടു പോകാതിരിക്കാനായിട്ട് ഓരോ പ്ലീറ്റിനും ഞാൻ പിൻകുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അറ്റത്ത് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ പ്ലീറ്റുകൾ ഇടാനായിട്ട്. അത് നമ്മൾ സൈഡിലെ സീം അലോവൻസിന് വേണ്ടി വിട്ടിരുന്ന ഭാഗമാണ്. അതങ്ങനെ അടിച്ചു പോകുമ്പോഴേക്കും നമുക്ക് അത്രയും ഭാഗത്ത് ചുരുക്ക് ആവശ്യമായിട്ട് വരില്ല. അതുകൊണ്ട് സൈഡിൽ ഒരു 1 ഇഞ്ചിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഇതുപോലെ പ്ലീറ്റ് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതാണ് സെൻട്രൽ പൊസിഷൻ. അവിടെ നിന്ന് 2 സൈഡിലേക്കും നമുക്ക് വേണ്ടിയിരുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ അത് ഉണ്ടോ എന്ന് നമ്മൾ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമ്മൾ യോക്ക് പാർട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നടുക്ക് ഭാഗത്ത് ഒരു സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് 2 ഭാഗത്തും 11 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ സൈഡ് എനിക്ക് 11 ഇഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ കുറവോ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലീറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ യോക്ക് പാർട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട്. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ കുറവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലീറ്റ് നമ്മൾ അഴിച്ചിട്ടാൽ മതിയാവും. അപ്പോൾ 2 സൈഡും ഞാൻ ചെക്ക് ചെയ്ത് എനിക്ക് 2 സൈഡും 11 ഇഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ് അടിച്ച് എടുക്കേണ്ടത്. ഇനി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മളത് ഇതുപോലെ ഇട്ടിട്ട് വേണം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സെൻട്രൽ പൊസിഷൻ രണ്ടും ഒന്നിച്ച് വെച്ച് ഒരു പിൻ കുത്തി വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല വശം രണ്ടും ചേർന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ നമ്മൾ നിവർത്തിയിടുക. എന്നിട്ട് സെൻട്രൽ പൊസിഷനിൽ ഒരു പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് 2 സൈഡും ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അത് ഇതുപോലെ വരുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് അളവാണോ നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കിയിട്ട് വേണം, കറക്റ്റ് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ സെൻട്രൽ പൊസിഷനിൽ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും കുറച്ച് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റായി പോയിക്കോളും. അതുകൊണ്ടാണ് സെൻട്രൽ പൊസിഷനിൽ നിന്ന് ഇതിന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു സൈഡ് അടിച്ചെടുത്തു. ഇനി അടുത്ത സൈഡും സെൻട്രൽ പൊസിഷനിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ അത് കറക്റ്റ് അളവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും 2 സ്റ്റിച്ച് എന്തായാലും ഇട്ട് കൊടുക്കേണ്ടതാണ്. പ്ലീറ്റൊക്കെ എങ്ങാനും വിട്ടു പോകാതിരിക്കാനാണ് അങ്ങനെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലീറ്റിൻ്റെ ഭാഗമെല്ലാം നന്നായിട്ട് ക്ലിയറായിട്ട് തന്നെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗവും അപ്പോൾ നമുക്ക് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് അടുത്തതായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതാദ്യം തന്നെ ഒന്ന് നന്നായിട്ട് നിവർത്തിയിടാം. എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് അതിൻ്റെ മീതയിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല വശം രണ്ടും അകത്ത് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ അത് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഷോൾഡറിൽ ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡ് ഭാഗവും കറക്റ്റായിട്ടിരിക്കാനായിട്ട് ഞാൻ സൈഡ് ഭാഗത്തും ഓരോ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ഓൾറെഡി നമുക്ക് അടയാളപ്പെടുത്തേണ്ട മാർക്കുകൾ ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് ചെസ്റ്റ് 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ സെൻട്രൽ നിന്ന് 9 ഇഞ്ച് ഞാൻ അതിനു വേണ്ടി മാർക്ക് ചെയ്തു. ഇനി ഷേപ്പ് നമ്മൾ 13 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതും ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് അവിടെ വേണ്ടിയിരുന്നത് 8 ഇഞ്ചിലായിരുന്നു. അപ്പോൾ സെൻട്രൽ പോസ്റ്റിൽ നിന്ന് 8 ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് സ്ലിറ്റിൻ്റെ ഭാഗമാണ്. അത് 20 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ 20 ഇഞ്ചിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തിരുന്നത്. അവിടെയും അതേപോലെ തന്നെ 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് സീം അലവൻസിന് വേണ്ടി കൊടുത്തത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി താഴേക്കും ആ 1 ഇഞ്ചിൽ ഗ്യാപ്പിൽ ഞാൻ സ്കെയിൽ കൊണ്ട് ഒരു വര വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻഡ് വരെയും താഴത്തെ ഫുൾ ഭാഗത്തും അങ്ങനെ 1 ഇഞ്ചിൽ രണ്ട് സൈഡിലും വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി അടിക്കേണ്ടതുണ്ട്. അത് നമുക്ക് സ്ലിറ്റ് വെച്ചതിന് ശേഷം അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഷോൾഡറാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ അളവുകളും നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇത് രണ്ടും ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡറിൻ്റെ ഭാഗത്ത്. ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്ലീവ്സ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ 1/4 ഇഞ്ചിൽ അതിന് തന്നെ മടക്കി അടിക്കണം. എന്നിട്ട് വേണം നമ്മളുടെ ഈ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നിവർത്തിയിട്ടിട്ട് കറക്റ്റായിട്ട് വെക്കാം. സെൻട്രൽ പൊസിഷൻ രണ്ടും ഒരേപോലെ വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സൈഡ് ഭാഗവും എല്ലാ ഭാഗവും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനപ്പോൾ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ താഴത്തെ ഭാഗം അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സെൻട്രൽ പൊസിഷനിൽ പിന്നൂത്തി വെച്ചിരുന്നു. ആ ഭാഗത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും ഇത്തിരി കൂടുതലോ കുറവോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അഡ്ജസ്റ്റ് ആകും. അപ്പോൾ സെൻട്രൽ ഭാഗത്തുനിന്ന് ഞാൻ രണ്ട് സൈഡിലേക്കും ഇതുപോലെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ്സ് അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിത് ഷേപ്പ് ചെയ്ത് കൂടി എടുക്കണം. അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അളവിലൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സൈഡ് ഭാഗവും നമ്മൾ ഇതുപോലെ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതേപോലെ സ്ലിറ്റിൻ്റെ പോയിൻറ്റിലേക്ക് ഒന്ന് എത്തിക്കാം. ഇനി താഴെ നിന്നാണ് ഞാൻ സ്ലിറ്റ് അടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ താഴത്തെ ഭാഗത്ത് ഇതുപോലെ അരയിഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അത് അരിയത്തൂടെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോർമലായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ. ആ ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് സൂചി ഒന്ന് കുത്തി ഇറക്കി വെച്ചിട്ട് വേണം അതൊന്ന് ഇതേപോലെ തിരിച്ചെടുക്കാനായിട്ട്. ഇപ്പോഴത്തെ സൈഡും ഇതേപോലെ അരയിഞ്ച് ഗ്യാപ്പിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കുക. ഇനി താഴത്തെ ഭാഗം ഇതേപോലെ
റേഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് അതുകൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ റേഞ്ചിൽ നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ നമ്മളുടെ ആലിയ കട്ട് കുർത്തിയുടെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെയാണ് നമുക്കിത് വന്നിരിക്കുന്നത്. എല്ലാ ഭാഗവും നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ പ്ലെയിനും ഫ്രണ്ടിൽ പ്ലീറ്റും വരുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ലേസ് എന്തെങ്കിലും വെച്ച് കൊടുത്ത് നമുക്ക് ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക്സ് എന്തെങ്കിലും യോക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഇത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.